പിന്നെ ഇവരുടെ വീഡിയോസ് എന്തോ കുറച്ച് ഇന്റിമസി കൂടുതലാണോ എന്ന് എനിക്ക് ഡൗട്ട് അടിച്ച്. റിലേഷൻ ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കപ്പിളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. ഇപ്പൊ ഈ പ്രേമപ്പനിക്ക് ശേഷം നിങ്ങൾ ഇനി ഒരുമിച്ച് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. അതെ, ഞങ്ങൾ ഇനി ഒരുമിച്ച് ഈ ഒരു ഷോർട്ട് മൂവിക്ക് ശേഷം ഇനി വേറെ ചെയ്യുന്നില്ല, ഒരുമിച്ച് ചെയ്യുന്നില്ല. വീഡിയോസ് ഇൻസ്റ്റാഗ്രാം വീഡിയോസും ഇല്ല ചെയ്യുന്നില്ല? ഇല്ല, ഒന്നും ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാ അങ്ങനെ? അത് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അത് കാരണം. ഉല്ലാസ് പന്തള എന്ന് പറഞ്ഞൊരു അറിയാമല്ലോ, കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന്. പിന്നെ എനിക്ക് പറഞ്ഞ ഉല്ലാസ് പന്തള എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. ഞാൻ 2020 സമയത്ത് ഉല്ലാസേട്ടൻ്റെ ട്രൂപ്പിൽ ഞാൻ വലിയ കലാകാരനായിട്ടല്ല, എന്നാലും ചെറിയൊരു കലാകാരനായിട്ട് ഉല്ലാസേട്ടൻ്റെ ട്രൂപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഉല്ലാസേട്ടന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും നമ്മൾ അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു കോമഡി ഒക്കെ ചെയ്ത് നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് ചിരിപ്പിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ്. പെട്ടെന്ന് ആൾക്ക് ഒരു സ്ട്രോക്ക് വരികയും അങ്ങനെ ഒരു വീൽ ചെയറിൽ കൂടെ പോകുന്ന ഒരു രംഗം എനിക്ക് ഭയങ്കര സങ്കടം വന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മുടെ അടുത്ത നാട്ടുകാരൻ ഉല്ലാസനെ തിരിച്ച് വീണ്ടും ഫ്രെയിമിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളത്. ഉല്ലാസനന്റെ തിരിച്ചുവരവ് തന്നെയാണ് ഉല്ലാസനെ പെർഫോം ചെയ്യാൻ ബാക്കി വെച്ച കഥാപാത്രങ്ങൾ നമ്മളിങ്ങനെ കാണാൻ പോകുന്നത്. പോപ്പിൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് പ്രേമപ്പനി പിടിച്ച ആളുകളാണ്. നമസ്കാരം. സുൽഫിക്കറേട്ടൻ, സതീഷ് ഏട്ടൻ, ഗോകുല്, മനസ്വിനി അല്ലെ? മനസ്വിനി, നമസ്കാരം. ഇപ്പോ എന്താ പറയാ, ഷോർട്ട് ഫിലിമിന്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതൊക്കെ കഴിഞ്ഞു ഇനി റിലീസ് ആവാൻ പോവാണല്ലേ? വിശേഷങ്ങൾ പറയും. ഡയറക്ടർ തന്നെ പറഞ്ഞു തുടങ്ങിക്കോ. പ്രേമപ്പനി ഒരു റൊമാൻറ്റിക് കോമഡി ഒരു പരിപാടിയാണ്, ഷോർട്ട് ഫിലിമാണ്. ഒറ്റ മിനിറ്റ്, ഞാൻ അതിനകത്ത് കണ്ട എന്താണെന്നറിയോ? റൊമാൻറ്റിക് കോമഡി ക്രൈം. ഇതിനകത്ത് ക്രൈം, ഞാൻ ആ ട്രെയിലർ കണ്ടപ്പോൾ ക്രൈം എവിടെയാണ് എന്നുള്ളത്, ഇനി നിങ്ങളത് ഒളിച്ചു വെച്ചിരിക്കുകയാണോ എന്നുള്ളതാണ്. ഷോർട്ട് ഫിലിമിൽ പൊതുവെ അങ്ങനെ ഇന്റർവ്യൂസ് അങ്ങനെ കാണാറില്ല. ആൾക്കാരെ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു ഇന്റർവ്യൂ പ്ലാൻ ചെയ്തിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് പ്ലാൻ ചെയ്യാനുള്ള കാരണം പറയുന്നത് ഉല്ലാസ് പന്തള എന്നൊരു വലിയ കലാകാരൻ, അദ്ദേഹത്തിന്റെ തിരിച്ചുവരവാണ് നമ്മുടെ ഷോർട്ട് ഫിലിം. അത് ജനങ്ങളെ കൂടുതൽ എത്തിക്കണം, അറിയിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞങ്ങൾ ഇന്റർവ്യൂ പ്ലാൻ ചെയ്തത്. പിന്നെ ഒരു സിനിമ ഷോർട്ട് ഫിലിം എന്നുള്ളതല്ല, അതൊരു സിനിമ കാണുന്ന പോലെ കാണാൻ പറ്റിയ ഒരു വർക്കാണ്. അതിനകത്ത് സിനിമയ്ക്ക് വേണ്ട എല്ലാ മെറ്റീരിയൽസും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു സിനിമ കാണുന്ന പോലെ ആസ്വദിക്കാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ പ്രേമപ്പനിയുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ. സതീഷ് ചേട്ടൻ എങ്ങനെയാണ് ഇതിനകത്തേക്ക് വന്നത്? ഞാൻ എൻ്റെ സുഹൃത്താണ് സുൽഫിക്കർ. പിന്നെ എനിക്ക് ഈ പറഞ്ഞ ഉല്ലാസ് പന്തള എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. ഞാൻ 2020 സമയത്ത് ഉല്ലാസേട്ടൻ്റെ ട്രൂപ്പിൽ ഞാൻ വലിയ കലാകാരനായിട്ടല്ല, എന്നാലും ചെറിയൊരു കലാകാരനായിട്ട് ഉല്ലാസേട്ടൻ്റെ ട്രൂപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്ത് മീൻസ് ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധമുണ്ട്. അതാണ് ഏറ്റവും സുൽഫിക്കർ പറഞ്ഞ പോലെ ഉല്ലാസ് പന്തള എന്ന് പറഞ്ഞൊരു അറിയാമല്ലോ, കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു റീ എൻട്രി. അപ്പം ആ സമയത്ത് ഉല്ലാസിന് കുറച്ച് അവശനായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്ത്, മീൻസ് അതിന് മുമ്പൊക്കെ. അപ്പം നമ്മൾ പോയി അപ്രോച്ച് ചെയ്ത് പണ്ണനൊരു എന്തെങ്കിലും ചെയ്യാൻ പറ്റും, കാരണം അറിയാമല്ലോ ആ ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. എടാ ഞാൻ വന്നാൽ ശരിയാവും എനിക്ക്, കാരണം എനിക്ക് ആ സമയത്ത് അങ്ങനെ കുറച്ച് ആരോഗ്യ പ്രശ്നമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മുടെ അടുത്ത നാട്ടുകാരൻ ഉല്ലാസിനെ തിരിച്ച് വീണ്ടും ഫ്രെയിമിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളത്. സോ ഞങ്ങൾ പ്ലാൻ ചെയ്തു ഉല്ലാസിനെ വിളിക്കാം. പോയി വിളിച്ചു, ഒരു പേടിയുണ്ടെങ്കിൽ ഉല്ലാസിനെ വന്നു. അണ്ണന് പറ്റുന്നതെന്നല്ല, അണ്ണൻ മാക്സിമം നമ്മൾ ആ ഒരു അവസ്ഥയിൽ ട്രൈ ചെയ്തു. വളരെ മനോഹരമായിട്ട് അത് അഭിനയിച്ചു. സാധാരണ ഉള്ള ഒരു ജോണർ അല്ലാതെ വേറൊരു ജോണറിൽ പിടിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് അത് ഔട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ സുൽഫിക്കറുമായിട്ടുള്ള ബന്ധം വെച്ച് ഇങ്ങനെ അവനെന്നെ വിളിച്ചു. നമ്മൾ ചെറിയ ചെറിയ ഷോർട്സ്, വീഡിയോസ്, റീൽസ് ശ്രീകാന്ത് വെട്ടിയാറിനോട് ചെയ്യാറുണ്ട്. കുറച്ചുപേരെ കണ്ടിട്ടുണ്ടാവും. 2 വർഷമായിട്ട് ശ്രീകാന്തിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലാണ് വന്നത് ഇതിനകത്ത്. അപ്പോൾ കൂടെ നമ്മുടെ മനസ്സിനെയും ഗോകുലും കൂടെ ചേർന്നു. വളരെ മനോഹരമായിട്ട് ഔട്ട് വന്നിട്ടുണ്ട്. ഉടൻ തന്നെ റിലീസുണ്ട്. എല്ലാവരും ഇവരിലേക്ക് എനിക്ക് വരണം, പക്ഷേ ഇവരെ നന്നായിട്ട് കാണാനുണ്ട്. അതിനു മുമ്പേ ഞാൻ ഈ ഉല്ലാസേട്ടന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും നമ്മൾ അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു കോമഡി ഒക്കെ ചെയ്ത് നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് ചിരിപ്പിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ്. പെട്ടെന്ന് ആൾക്ക് ഒരു സ്ട്രോക്ക് വരികയും അങ്ങനെ ഒരു വീൽ ചെയറിൽ കൂടെ പോകുന്ന ഒരു രംഗം എനിക്ക് ഭയങ്കര സങ്കടം വന്നു. എനിക്ക് ആളെ പേഴ്സണലി എനിക്കറിയില്ല, ഞാൻ ആളുടെ വീഡിയോസ് മാത്രം കണ്ടിട്ടേ ഉള്ളൂ, നേരിട്ടൊന്നും പരിചയമില്ല, കണ്ടിട്ടുമില്ല.
പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഇപ്പൊ ആളൊരു കംബാക്ക് എന്നുള്ള രീതിയിലേക്ക് ഇതാക്കുമ്പോ എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു നിങ്ങളുടെ ആ ടീമിന്? ഉല്ലാസ് പന്തളം എന്ന് കേൾക്കുമ്പോൾ ഇപ്പൊ ചിത്ര പറഞ്ഞ പോലെ തന്നെ ഒരു കോമഡി ഒരു ഇതായിട്ടാണ്, ചിരിയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങളെ, സ്കിറ്റുകളെ, ഇതൊക്കെയാണ് ഓർത്തോർത്ത് ആൾക്കാർ ചിരിക്കുന്നത്. അപ്പം ഉല്ലാസിന്റെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ട് ഉല്ലാസിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഉല്ലാസിനെ വേറെ ഒരു രീതിയിലോട്ട് അവതരിപ്പിക്കണം. കാര്യം ഇപ്പോൾ ചിത്ര പറഞ്ഞ പോലെ കുറേ വീഡിയോസ് വന്നു, അണ്ണൻ്റെ വയ്യാത്ത വീഡിയോസ്, അണ്ണൻ്റെ മുഖം നമുക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സങ്കടം തോന്നി. കാര്യം എപ്പോഴും ചിരിച്ച് സ്റ്റേജിൽ അത്രമാത്രം അർമാദിച്ച് കളിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ്റെ ദയനീയമായിട്ടുള്ളൊരു മുഖത്തെ ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നി. അദ്ദേഹത്തിന് വീണ്ടും നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിക്കുമ്പം ആൾക്കാർ അദ്ദേഹത്തെ വേറൊരു ഫേസിൽ അദ്ദേഹത്തെ കാണണം. അദ്ദേഹത്തിന് ഇനി ഒരുപാട് ചെയ്യാനുണ്ട്. കോമഡി മാത്രമല്ല, ആ മനുഷ്യന് അതിനപ്പുറം കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് കാണിക്കണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹം. പോരാത്തതിന് ഞങ്ങളുടെ നാട്ടുകാരനാണ്, ഞങ്ങളുടെ ഒരു സ്വന്തം ചേട്ടനാണ് പുള്ളി. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഞങ്ങൾക്ക് കൂടുതൽ ആഗ്രഹമുണ്ട് അദ്ദേഹത്തിനെ വേറൊരു രീതിയിലോട്ട് എത്തിക്കണമെന്നുള്ളത്. അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പൊ നമ്മൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ക്യാമറയ്ക്ക് ഫേസ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഞാൻ ചെയ്താൽ ശരിയാവോ, ഇനി ഞാൻ അങ്ങനെയൊക്കെ ചെയ്താൽ വർക്കാവോ, ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ, ഇതൊക്കെ ആൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും എന്തായാലും. അത് നിങ്ങൾ എങ്ങനെ കൺവിൻസ് ചെയ്തു? നമ്മൾ വേറെ ജോണറാണ് ക്യാരക്ടർ. ഉല്ലാസനെ ചെയ്യുന്ന ഒരു യൂഷ്വലി ചെയ്യുന്ന ജോണർ അല്ല. അപ്പൊ അതൊക്കെ നമുക്ക് മാറ്റി വെക്കാം. നമുക്കറിയാം, നമുക്കൊരു ചെറിയൊരു കാലൊരു കയ്യിൽ മുഴുവൻ നമുക്ക് മുഖത്തൊരു ടാൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ. പ്രത്യേകിച്ച് ക്യാമറയുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ ബുദ്ധിമുട്ട് അറിയാം. അപ്പം അദ്ദേഹത്തിനെ സംബന്ധിച്ച് അത്രയും വലിയ ട്രോമയാണ്, മാനസികമായിട്ട് ശാരീരികമായിട്ട് അത്ര വലിയ ട്രോമയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതിൽ നിന്നൊരു റിക്കവർ ചെയ്ത് വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം അല്ലേ. അപ്പം തീർച്ചയായിട്ടും മനസ്സിൽ ഉല്ലാസം വേണ്ടാന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ നമുക്കറിയാം, ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. കൂടുതലായിട്ട് സോഷ്യലി ഇടപെടുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ബാക്കിലോട്ട് പോകും തോറും കൂടി വരുന്ന ഒരു സംഭവം, ഫിസിക്കലി മെന്റലി. അപ്പൊ മെന്റലി നമുക്ക് എങ്ങനെ സപ്പോർട്ട് കൊടുത്ത് അണ്ണന്റെ ഫിസിക്കലി അണ്ണൻ എങ്ങനെ ഒരു റിക്കവർ ചെയ്ത് വരാം എന്നുള്ള ഒരു ഇതിൽ നമ്മൾ ആലോചിച്ചപ്പോൾ നമ്മളിത് പറഞ്ഞു. നമ്മൾ കൺവിൻസ് ചെയ്തു. ലാസ്റ്റ് അവസാനം ഓക്കെ പറഞ്ഞു. എന്നാൽ ഈ പറഞ്ഞ അണ്ണനും മനസ്സിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്നായിരുന്നു. അതാ, അല്ലാതെ വേറെ ഒന്നുമല്ല. നമ്മളെ ഇത്രയും ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ചെയ്യുമ്പം അണ്ണൻ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. നമുക്കത് മനസ്സിലാവുമല്ലോ അണ്ണൻ എന്തുകൊണ്ടാണ്. കാരണം ആർട്ടിസ്റ്റിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം എന്താണ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് കോമഡി ആർട്ടിസ്റ്റ് ആണ്. ചാനലിലായാലും സ്റ്റേജുകൾ. കാരണം എനിക്കറിയാം, ഞാൻ അദ്ദേഹത്തോട് സ്റ്റേജിൽ പോയിട്ടുണ്ട്. ഇതിപ്പം സ്പോട്ട് മാത്രമല്ല, നമ്മളിപ്പോ ഒരു ഉത്സവ പറമ്പിലോ ഷോ പഠിക്കാന്ന് വെച്ചിട്ടോ ഒരു വർഷം അവിടെ പ്രോഗ്രാം ചെയ്തു. ആ ടീം തന്നെ വീണ്ടും ഉല്ലാസനെ വിളിക്കും. അടുത്ത വർഷം വരുന്ന സെയിം പെർഫോമൻസിനായിരിക്കും അവർ വിളിക്കുക. അത് തന്നെ ചെയ്താൽ മതി എന്ന് പറയും. അങ്ങനെ ഒരു കലാകാരൻ ഒരു നാട്ടുകാർ അങ്ങനെ ഒരു പട്ടം കൊടുക്കുന്നത് വളരെ വിരളമായിരിക്കും. കാരണം വീണ്ടും നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കും. ഉല്ലാസനം 20 വർഷം ചെയ്ത സ്കിറ്റ് നമ്മൾ ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ 2-3 പ്രാവശ്യം നമ്മൾ കണ്ടാലും ആ ചിരി തന്നെ. യൂട്യൂബിൽ നോക്കിയാൽ മതി ഉല്ലാസന്റെ സ്കിറ്റുകളുടെ അടിയുള്ള കമന്റ്സും. ചിലർക്കൊന്നും അറിയത്തില്ല, ചിലർ എവിടെ കാണാനില്ലല്ലോ എന്നൊക്കെ കമന്റ് അടിക്കുന്നവരുണ്ട്. ആർക്കും അറിയില്ല എന്ത് പറ്റിയെന്നുള്ളതേ. അപ്പം അണ്ണന്റെ ആ വാല്യൂ എന്ന് പറഞ്ഞാൽ അത്ര വലുതാണ്. ഞാൻ പറഞ്ഞ ഫൈനസ്റ്റ് കോമഡി ആർട്ടിസ്റ്റ് ആണ് ചാനലിലായാലും സ്റ്റേജിലായാലും. അപ്പൊ ഉല്ലാസന്റെ ആ ഒരു പിന്മാറ്റം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല മനസ്സുകൊണ്ടേ. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് കൊടുത്തിട്ട് ഉല്ലാസനെ നിങ്ങൾ എല്ലാവരും തിരിച്ചു കൊണ്ടുവരണമെന്ന് ഒരു അഭ്യർത്ഥന കൂടി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഈ സ്റ്റോറി കേട്ടപ്പോഴാണ് ആദ്യം പറഞ്ഞ് കൊള്ളാടെ പരിപാടി കൊള്ളാം, രസമുണ്ട് എന്ന് പറഞ്ഞ്. അപ്പം നമ്മൾ വെച്ചാൽ നമ്മൾ വിചാരിച്ച് ചിലപ്പം വെയ്യടാ എനിക്ക് നിൽക്കാൻ വയ്യ, എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന. പക്ഷെ പുള്ളി കേട്ടിട്ട് ഭയങ്കര പോസിറ്റീവായിട്ടാണ്. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞിട്ടൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, എടാ ഞാൻ ചെയ്താൽ ശരിയാവൂടാ ഇത് എന്ന് പറയും. അപ്പം പുള്ളിക്ക് ഒരു എന്താ പറയുക, ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടിക്കുവോ, ഇത് കുറച്ച് ലാഗാക്കുവോ, പ്രശ്നമാകുമോ എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടായി. പക്ഷെ അണ്ണൻ വന്ന് അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കെല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിൽ, നല്ല നമുക്ക് ശരിക്കും ആസ്വദിക്കാവുന്ന രീതിയിൽ ആണ് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ആൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഷെഡ്യൂൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്? ഉണ്ട്, തീർച്ചയായും. ലൊക്കേഷൻ സഹിതം പന്തളത്തോട്ട് മാറ്റി. ഇവരെല്ലാം ഇപ്പം മനസ്സിലും ഇവര് ട്രിവാൻഡ്രമാണ്. അപ്പൊ എല്ലാവരും അങ്ങോട്ട് എല്ലാവരും സഹകരിച്ചോട്ടെ. അണ്ണന്റെ കാര്യം നമ്മള് ഇങ്ങനെ പ്ലാൻ ചെയ്ത അണ്ണനാണ് നമ്മളെ കാരണം നമുക്കറിയാം നമ്മൾ എത്രമാത്രം ചിരിപ്പിച്ച മനുഷ്യനല്ലേ. നമ്മളെല്ലാരെയും നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ടെൻഷനൊക്കെ ഉള്ളപ്പം അറിയാമായിരിക്കും, ഇത്രയൊക്കെ അറിയാം. നമ്മൾ ഇതൊക്കെ എടുത്തിച്ച് കാണുമ്പോ പെട്ടെന്ന് നമുക്കൊരു ബൂസ്റ്റിംഗ് അല്ലേ, പെട്ടെന്ന് എല്ലാം റഷ് ചെയ്താ അത്രമാത്രം ജനങ്ങൾ എത്രയും സന്തോഷിപ്പിച്ച ഒരു മനുഷ്യനാണ്. സോ നമ്മളൊരു തിരിച്ചൊരു നന്ദി അതാണ്. ഇതാണോ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ട് ഉല്ലാസ് പന്തളം എന്നുള്ളതിന് ഉത്തരം? തീർച്ചയായിട്ടും
ഉല്ലാസണ്ണന്റെ തിരിച്ചുവരവ് തന്നെയാണ്. ഉല്ലാസണ്ണനെ പെർഫോം ചെയ്യാൻ ബാക്കി വെച്ച കഥാപാത്രങ്ങൾ നമ്മളിങ്ങനെ കാണാൻ പോകുന്നുള്ളൂ. ഇനി ഒരു അണ്ണം തുറന്ന് വർക്കുകൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, തുടർച്ചയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അത് വലിയൊരു ദൈവാനുഗ്രഹം അല്ലേ? കാരണം ഇതിനകത്ത് നിന്ന് പെട്ടെന്ന് ഒരു കംബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടായിരിക്കും. മാനസികമായിട്ട് തന്നെ ഒരു മോരടിച്ച അവസ്ഥ പോലെ ആയിരിക്കുമല്ലോ, വീട്ടിൽ തന്നെ കുത്തിയിരിക്കും. ഒരു ദിവസം പോലും വീട്ടിലിരിക്കാത്ത ഇത്രയും ദിവസവും രാവിലെ ഭയങ്കരമായിട്ട് ഷെഡ്യൂൾഡ് ആയിട്ടൊരു മനുഷ്യൻ, ഇങ്ങനെ ഇറങ്ങി സോഷ്യലി ആക്റ്റീവ് ആയിട്ട് ഒരു മനുഷ്യൻ പെട്ടെന്ന് ഒരു ദിവസം ഒരു മുറിക്കകത്തോട്ട് വരുമ്പോൾ മാനസികമായിട്ട് ആലോചിച്ച് നമ്മൾ വെറുതെ ഇരിക്കുന്ന കുഴപ്പമില്ല. അതായത് ഒരുപാട് ജനങ്ങളെ മിക്ക ദിവസങ്ങളിലും കാണുന്ന, അതായത് ഈ പ്രേക്ഷകരെ ദിവസവും ഇങ്ങനെ കണ്ടിട്ടിരിക്കുകയാണ്, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത മനുഷ്യനാണ്. അപ്പൊ പെട്ടെന്ന് അദ്ദേഹം ഒരു മുറിക്കകത്തോട്ട് പോയി കഴിയുമ്പോൾ അദ്ദേഹത്തിനും ആലോചിച്ച് നോക്കാം എത്രമാത്രം അത്. പക്ഷെ ഇപ്പം വളരെ മാറ്റമുണ്ട്, നന്നായിട്ട് തിരിച്ചു വരുന്നുണ്ട്. ഒരു സന്തോഷ വാർത്തയോടെ പറയാം. ഉല്ലാസണ്ണന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉല്ലാസണ്ണന്റെ ഷോപ്പ് മുന്തിരിപ്പന്തൽ വീണ്ടും റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. പന്തളം വഴി പോകുന്ന പന്തളം സെന്ററിൽ തന്നെ പന്തളം വഴി പോകുന്ന ഉല്ലാസണ്ണ ഇഷ്ടപ്പെടുന്ന ഉല്ലാസണ്ണന്റെ സ്കിറ്റുകളുണ്ട് ആസ്വദിച്ചിട്ടുള്ള എല്ലാവർക്കും അവിടെ വന്ന് ഫുഡ് വരണം. ചിത്രം തീർച്ചയായിട്ടും എല്ലാരും പറഞ്ഞു. നല്ല ഫുഡാണ്. നിങ്ങൾ ഉല്ലാസനെ കണ്ട് സന്തോഷമായിട്ട് തിരിച്ചു വരാൻ പറ്റും. എന്തായാലും വരുമ്പോ വിളിക്കും. ഇനി ഞാൻ തുടങ്ങട്ടെ. ഇനി ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഡൗട്ടുകൾ എനിക്ക് ഇവിടെ വന്നിട്ട് ക്ലിയർ ചെയ്യാനുണ്ട്. ഞാൻ നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് കൺഫ്യൂഷൻ അടിച്ചിരുന്നിട്ടുണ്ട്, ഇവരെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട്. നിങ്ങളുടെ അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, നിങ്ങൾ ശരിക്കും എന്താണ്, ആരാണ്, എന്താ നിങ്ങൾ ഉദ്ദേശിക്കാതെ ചോദിച്ചിട്ടുണ്ടോ? റൊമാൻറ്റിക് വീഡിയോസ് ആണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് എന്തായാലും കൺഫ്യൂഷൻ വരും. എന്താണ് റിലേഷൻ എന്നുള്ളത് റിലേഷൻ എന്താണെന്ന് പറയാനുള്ളത്. അല്ല, ഞങ്ങളിപ്പോ റീൽസ് കണ്ടിട്ടുണ്ടല്ലോ. ഓ, ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ വീഡിയോസ് ആണ് ചെയ്യണത്. കൂടുതലും അങ്ങനെ റിയൽ ലൈഫായിട്ട് ഉള്ള ടൈപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പം റീൽസിൽ ചെയ്യണെല്ലാം കപ്പിൾ, അങ്ങനെ റൊമാൻറ്റിക്, പിന്നെ ചെറിയ ചെറിയ കഥകൾ പോലെയൊക്കെ, 1 മിനിറ്റ് കഥകൾ പോലെയൊക്കെ സെറ്റ് ചെയ്താണ് ചെയ്യണം. അപ്പം അത് കാണുമ്പോൾ എല്ലാവർക്കും കപ്പിളാണ് അങ്ങനെ വന്ന് കമന്റ് ഒക്കെ ചോദിക്കും, എന്തോന്നാണ് റിലേഷൻ, ഇതാണ്. പേഴ്സണലി ഇത് വേറെ ഇല്ലേ. നിങ്ങളുടെ വീട്ടുകാർക്ക് സമ്മതാണോ? നിങ്ങളുടെ വീട്ടുകാർക്ക് വീഡിയോ എടുക്കണം. ആദ്യമൊക്കെ കുറച്ച് ടഫായിരുന്നു, പിന്നെ ഇപ്പം കുറച്ച് റീച്ച് ഒക്കെ ആയപ്പോഴത്തേക്കും കുഴപ്പമില്ല. അപ്പോഴാണ് കുഴപ്പമില്ലാത്തുള്ളത്. എങ്ങനെയാ മാനസിനിയുടെ വീട്ടുകാർക്ക് എങ്ങനെയായിരുന്നു? കുഴപ്പമൊന്നുമില്ല. എങ്ങനെ അത് അവരെ കൺവിൻസ് ചെയ്യുന്നത്, ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ ഡൗട്ട് അടിക്കരുത് എന്നുള്ളത് കൺവിൻസ് ചെയ്യുന്നത് എങ്ങനെയാ? അതറിയാം, അവർക്കറിയാം, പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചോദിക്കൊന്നുമില്ല. എങ്ങനെ നിങ്ങൾ വീഡിയോസ് ചെയ്യാനായിട്ട് തുടങ്ങിയത് എങ്ങനെയാ? അത് കമ്പനി ആവണത് 2017 സംതിങ് എന്തോ ആണ്. ഇപ്പം 14 വയസ്സ് എന്തോ ഉള്ളൂ. ടിക്ടോക്കില് വീഡിയോ ചെയ്യായിരുന്നു, അല്ലാതെ ചുമ്മാ വെറുതെ. അപ്പൊ അങ്ങനെയാണ് കമ്പനി ആവണത്. അങ്ങനെ അതെ, ബാൻ ചെയ്തതിനു ശേഷം പിന്നെ കണക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പം മെസ്സേജ് അയക്കും അങ്ങനെ. അപ്പോഴേ ഇവളെ അമ്മയായിട്ടൊക്കെ ഞാൻ സംസാരിക്കായിരുന്നു. ഞാൻ സംസാരിക്കണേ ചേട്ടൻ വീഡിയോ ചെയ്യും നല്ലതായിട്ട്. അപ്പം ചേട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് എന്നെ ചേട്ടനെ ഇഷ്ടമായിരുന്നു. ചേട്ടന്റെ വീഡിയോസ് ഒക്കെ ഇവിടെ അമ്മയ്ക്ക് വീട്ടുകാർക്കൊക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് അങ്ങനെയാണ് എന്റെ അക്കൗണ്ട് കാണുന്നത്. അങ്ങനെ അവന് കുറെ മെസ്സേജ് ഒക്കെ പറഞ്ഞോണ്ട് താന്നു പോകുള്ളൂ. മെസ്സേജ് അയച്ചാലും കാണാൻ എനിക്ക് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ കുറച്ച് മെസ്സേജ് ഒക്കെ എനിക്ക് വരുമല്ലോ. ലോൺ അടയ്ക്കാനുള്ളതൊക്കെ അങ്ങനെയാണ് നമ്മൾ കമ്പനി ആവണം. എന്നിട്ട് അത് ബാൻ ചെയ്ത് പോയി. പിന്നെ നമ്മൾ ഒരു അറിവില്ല. അതൊരു തിരിച്ചടിയ ഭയങ്കര ഒരു അടിയായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, അപ്പൊ എനിക്ക് വീഡിയോസ് അങ്ങനെ ചെയ്യൂലല്ലോ അതില്. അവൻ ചെയ്യാറ്. അപ്പൊ അവന് ഭയങ്കര ഇതായിരുന്നു, അത്യാവശ്യം റീച്ചായി വരണ സമയമായിരുന്നു. അപ്പോഴാണ് അത് പോയത്. ഞാൻ അപ്പൊ വീഡിയോ ഒന്നും ചെയ്യില്ല. അങ്ങനെ ചെറുതായിട്ട് മറ്റേ പാട്ടൊക്കെ ഇങ്ങനെ ചുണ്ടാനിക്ക് പാടുമല്ലോ, അതൊക്കെ ഉള്ളു. അപ്പൊ അത് പോയി. അതിനുശേഷം പിന്നെ കണക്ഷൻ ഒന്നും ഇല്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിന്റെ പരിപാടിയൊന്നും ഇല്ല. അപ്പൊ വീണ്ടും ഇതായി. അങ്ങനെ പിന്നെ നമ്പരൊക്കെ വാങ്ങിച്ച് അങ്ങനെയാണ് കമ്പനി ആവണം. നിങ്ങളുടെ ശരിക്കും പ്ലാൻ എന്താ? നിങ്ങളുടെ ശരിക്കുള്ള പ്ലാൻ എന്താണ്? നിങ്ങളുടെ ഈ റിലേഷൻ എന്ന് പറയുന്നത്, റിലേഷൻ തന്നെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഇത് ആരെങ്കിലും ബോധ്യപ്പെടുത്താനായിട്ട് നടക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് എപ്പോഴാണ് നിങ്ങൾ
തിരിച്ചറിയാൻ തുടങ്ങിയത്? പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ്? അല്ല, മനസ്സിലായില്ല. അതായത് ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഇത് ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, ഞങ്ങൾ വീഡിയോസ് ചെയ്യും എന്നുള്ളത് എപ്പോഴാണ് നിങ്ങളുടെ ഉള്ളുകൊണ്ട് നിങ്ങൾ ബോധ്യപ്പെടുത്തണല്ല, അത് അങ്ങനെ നമ്മള് റിലേഷൻ ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കപ്പിളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പൊ അവർക്ക് നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് പറ്റൂല അങ്ങനെ കാണാൻ. അവർക്ക് നിങ്ങൾ കപ്പിളാണ് അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാ തോന്നിയേ? അത് ചോദിക്കട്ടെ, നിങ്ങൾക്ക് എങ്ങനെയാ തോന്നിയേ? ഇവരെ കുറിച്ച് അറിയില്ല കണ്ടാ? അതായത് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഫസ്റ്റ് തോന്നിയിരുന്നത്? അതെ, ആദ്യം നമ്മൾ ആ കപ്പിൾസ് സത്യം പറഞ്ഞാൽ ഇവരുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഇന്റിമസി ഫീൽ ചെയ്യും ഭയങ്കരമായിട്ടല്ലേ? ഇന്റിമസി ഇല്ലേ ഫീൽ ചെയ്യാൻ? എനിക്ക് മാത്രമല്ല, ഇവർക്ക് എല്ലാവർക്കും. നമ്മള് കുശുമ്പോണ്ടൊന്നല്ല ഫീൽ ചെയ്യുന്നുണ്ട്, അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആദ്യം ഞാൻ വിചാരിച്ചു പിന്നെ ഇവരുടെ വീഡിയോസ് എന്തോ കുറച്ച് ഇന്റിമസി കൂടുതലാണോ എനിക്ക് ഡൗട്ട് അടിച്ച് ഞാൻ വിചാരിച്ചു കേട്ടോ കപ്പിൾസ് ആണെന്നാണ് എന്റെ ഒരു വിചാരിച്ചത്. അത് കണ്ടിട്ടാണോ വിളിച്ചത്? അങ്ങനെയാണോ ഇതിനകത്തേക്ക് വന്നേ? അല്ല, ശരി. ആക്ച്വലി ഇവര് വരുന്നത് നമ്മുടെ ഈ പ്രേമപ്പനിയുടെ പ്രൊഡ്യൂസർ വിവി ചേട്ടൻ, ആള് അയർലൻഡിലാണ്. അപ്പം ആളാണ് ഇവരെ എന്നെ പരിചയപ്പെടുത്തുന്നത്. അപ്പം ആള് ആക്ച്വലി ചെയ്യാനുള്ള ഒരു വർക്കാണിത്. പുള്ളിക്ക് എത്താൻ പറ്റാത്തത് കാരണം എനിക്ക് എന്നിലോട്ട് എത്തിയാണ് വർക്ക്. അപ്പം ചേട്ടൻ ആദ്യം മനസ്സിലുണ്ടായിരുന്നു. ഒരു കഴിഞ്ഞ എനിക്കൊന്നൊരു 1.5 വർഷമായിട്ട് പ്ലാനിങ്ങിലായിരുന്നു ഈ വർക്ക്. അപ്പം എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ മൈക്കിൽ ഇതല്ലേ ഉള്ള പ്രൊഡ്യൂസറിന്റെ പേര് പറയുന്നത് ബിബി ചേട്ടനാണ് ഈ വർക്കിലോട്ട് എന്നെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഞാൻ ആദ്യം ബിബി ചേട്ടനോട് ഇവരുടെ റീൽസ് ഒക്കെ ആയിട്ട് ചോദിച്ചായിരുന്നു, ഇവര് എന്താണ് പ്രണയിക്കുന്നതാണോ അതോ എനിക്ക് നല്ല നയിക്കാൻ പ്ലാനിങ് ആണോ? അതിലൊരു വീഡിയോകൾ മൊത്തം ഇങ്ങനെ തന്നെ വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ നമുക്ക് അങ്ങനെ തന്നെ അങ്ങ് പിടിച്ചാലോ, കാര്യം ഇവരുടെ വീഡിയോയിൽ തന്നെ ഒരു റൊമാൻസ് ഇങ്ങനെ കളിക്കുന്നുണ്ട്, ഇവരത് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ചേട്ടാ നമുക്ക് അത് തന്നെ അങ്ങ് പിടിച്ചാലോ, കാര്യം അവരുടെ ഓഡിയൻസിന് അതാണ് ഇഷ്ടം, ആ ഒരു പരിപാടി തന്നെ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഈ വർക്ക് തീരുന്നതും വരെയും ഞാൻ പലതവണ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇപ്പോഴും ഒരു ഉത്തരം തന്നിട്ടില്ല ഇപ്പോഴും. കേട്ടാ, ഉത്തരം തന്നിട്ടില്ല എന്ന് നമുക്ക് ഇതില് പറയാ ഞാനെല്ലാം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെയാണോ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയല്ല. അങ്ങനെയല്ല, പിന്നെ എങ്ങനെയാണ് ആൾക്കാർക്ക് ഇത്രയൊരു തെറ്റിദ്ധാരണ വീഡിയോസ് ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് കുറെ പേര് ചോദിക്കുന്നുണ്ട്, നമ്മൾ കല്യാണം കഴിക്കണമെന്ന് പറയുന്നവരുണ്ട്. കൂടുതൽ കമന്റ്സ് അങ്ങനെയാണ് വരുന്നത്, നിങ്ങൾ കല്യാണം കഴിക്കണം, കല്യാണം കഴിച്ചുകൂടെ, നാക്കവിടെ വിളിക്കുന്നു, അങ്ങനെയൊക്കെ ചോദിക്കുന്നു. നിങ്ങൾ ഫ്രണ്ട്സ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ല എന്ന് പറയുന്നു. ഓക്കെ, നിങ്ങൾ ഫ്രണ്ട്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ ഒരു സൗന്ദര്യ സങ്കല്പം എന്നല്ല, ഒരു ഭാവി വരന്റെ സങ്കല്പം, വധുവിന്റെ സങ്കല്പം, അതൊക്കെ ഉണ്ടാവുമല്ലോ. അതെങ്ങനെയാന്നൊന്ന് പറഞ്ഞു കേക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇത് ഞാൻ ഉദ്ദേശിച്ച, ഞാൻ ഇങ്ങനെ ചോദിച്ചു കഴിയുമ്പോ പറയാന്ന് പറയുന്നു. സങ്കല്പം എങ്ങനെയാണ് മൊത്തത്തിലൊരു സ്വഭാവം, പനങ്കുലമോലത്തെ മുടി അങ്ങനത്തെ ഉണ്ട്? അങ്ങനെയൊന്നുമില്ല, പാവമായിരുന്നാ മതി, നല്ലപോലെ നോക്കണം. എങ്ങനെ? വീട്ടുകാര് അല്ല സൗന്ദര്യ സങ്കല്പമല്ലേ? സൗന്ദര്യ സങ്കല്പം കുഴപ്പമില്ല, പറയടാ ഒന്നും. അങ്ങനെയൊന്നുമില്ല, അങ്ങനൊന്നുമില്ല, എന്തായാലും കുഴപ്പമില്ല. പെണ്ണായിരുന്നോ മതി. നീ അവിടെ പറയരുത് ആണായിരുന്നാ മതി എന്ന് പറയരുത്. ആ ആൻസർ നമ്മൾ കട്ട് പറ. നല്ലോണം നോക്കണം, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യണം. ഡ്രീംസ്, നമുക്കൊരു ഡ്രീംസ് കാണുമല്ലോ ഗേൾസിന്, അപ്പം എല്ലാം സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നും വെക്കരുത്. തെറ്റാണെങ്കിൽ തെറ്റാണ്, അത് പറയണം. ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന് ആള് ഇടങ്കോല് നിന്നാലോ ഇപ്പൊ എന്ത് ചെയ്യും? നമ്മൾ അറിഞ്ഞിട്ടല്ലേ നമ്മള് ഒരാളെ റിലേഷനിലാകുമ്പോ പിന്നെ ഈ ഫ്രണ്ട്ഷിപ്പ് വെച്ച് കഴിഞ്ഞാൽ ബാഡല്ലേ, അതുകൊണ്ട് അങ്ങനല്ല. അല്ല, അത് അങ്ങനെ പറഞ്ഞാലും ഇവള് ഇപ്പം ഒരു ചെറുക്കനെ കെട്ടാൻ പോണെന്ന് വിചാരിച്ചു, അവന് ഓക്കെ അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതായത് ഇപ്പൊ മനസ്സിനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആള് പറയാണ് ഗോകുലായിട്ട് അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യണ്ട, അത് എനിക്കിഷ്ടമല്ല, മോളൂസ് അതൊന്നും വേണ്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പം കാരണമാണ്. കാരണം ഞാനൊരു പ്രൈവറ്റ് അക്കൗണ്ടിൽ കടന്നതാണ്.
എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമായിരുന്നു, പക്ഷെ ഒരു പ്രൈവറ്റ് എനിക്ക് പേടിയായിരുന്നു. ഇങ്ങനെ മിസ്യൂസ് ചെയ്യോ വീഡിയോസ് ഫോട്ടോസ് അങ്ങനെ ഒരു മൈൻഡിൽ കിടന്നതാണ്. ഇവനാണ് എന്നെ ഇപ്പോ ഇത്ര സ്ട്രോങ് ആക്കി കൊണ്ടുവന്ന ഒരാളാണ്. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഇവൻ കാരണം എന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ഒരാളെ മാറ്റി നിർത്താൻ പറഞ്ഞാൽ അതെനിക്ക് ബുദ്ധിമുട്ടായി. അപ്പൊ ഞാൻ ചോദിക്കണ ആളെ മാറ്റി നിർത്തുമെന്ന് ഞാൻ ചോദിച്ചത്. പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ആളായില്ല, അതാ പറയണത്. രണ്ടിലൊന്നും നടക്കൂ, ഏതാന്ന് വെച്ച് ഇപ്പൊ തീരുമാനിച്ചോ. സങ്കടത്തിലാക്കി പറഞ്ഞോ. ഇല്ല, പയ്യനെ പറഞ്ഞെല്ലാം മനസ്സിലാക്കി. നമ്മൾ രണ്ടൊരു വൈബിലാണ്. പയ്യൻ മനസ്സിലാവുന്ന ഒരാളല്ല, പയ്യൻ ഇസ് സൈക്കോ. എങ്കിൽ അവള് അനുഭവിക്കും. ഇപ്പൊ ഈ പ്രേമപ്പനിക്ക് ശേഷം നിങ്ങൾ ഇനി ഒരുമിച്ച് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. മീൻസ് നമ്മളിപ്പോ സംസാരിച്ചപ്പോ എനിക്ക് അതാണ് മനസ്സിലായത്, നിങ്ങൾ അങ്ങനെ വീഡിയോസ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്ലാനിലേക്ക് എത്താണോ? അതെ, ഞങ്ങൾ ഇനി ഒരുമിച്ച് ഈ ഒരു ഷോർട്ട് മൂവിക്ക് ശേഷം ഇനി വേറെ ചെയ്യുന്നില്ല, ഒരുമിച്ച് ചെയ്യുന്നില്ല. വീഡിയോസ്, ഇൻസ്റ്റാഗ്രാം വീഡിയോസും ചെയ്യുന്നില്ല? ഒന്നും ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാ അങ്ങനെ? അത് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അത് കാരണം വേണ്ടാന്ന് വെച്ചു. അതായത് ഇത്രയും റീച്ച് കിട്ടിയിട്ടുള്ള ഒരു പേജാണ്, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സംഭവം, പെട്ടെന്നത് വേണ്ടാന്ന് വെക്കുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല? വിഷമമുണ്ട്, പക്ഷേ കുറച്ച് സിറ്റുവേഷൻസ് കാരണം ഞങ്ങളത് മ്യൂച്വലി എടുത്തൊരു ഡിസിഷനാണ്. എന്തുകൊണ്ടാന്ന് പറയാൻ താല്പര്യമുണ്ടോ? കുറച്ച് ഈ ഇത് തന്നെ ആയിരിക്കും നമ്മുടെ ലാസ്റ്റത്തെ പരിപാടി എന്ന് പറയുന്നത്, പ്രേമപ്പനി. ഞാൻ നേരത്തെ അതാ ചോദിച്ചത്. അതായത് നിങ്ങൾ ഒരുപാട് വീഡിയോസ് അതിനകത്ത് ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾക്കൊരു പ്രേക്ഷകരുണ്ട്. അതല്ലെങ്കിൽ വെറുതെ ആൾക്കാർ ചോദിക്കില്ലല്ലോ നിങ്ങൾ റിലേഷൻഷിപ്പ് ആണോ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ടാണല്ലോ അങ്ങനെ ചോദിക്കുന്നത്. ഈവൻ കല്യാണം കഴിക്കാമെന്നോ പോലും ചോദിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അപ്പൊ പെട്ടെന്ന് അങ്ങനെ വീഡിയോസ് നിർത്തുന്നതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നില്ല? ഇപ്പൊ ഗോകുലാണെങ്കിൽ ഇപ്പൊ മനസ്സിനില്ലെങ്കിൽ വേറെ ആരെങ്കിലും തപ്പി വീഡിയോസ് ചെയ്യും, അങ്ങനെയാണോ? അങ്ങനെയല്ല, ഞങ്ങൾ തുടങ്ങിയപ്പോഴേ ഞാനും അവളും കൂടെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്, പിന്നെ വേറെ ആരുമായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. ഇവക്ക് ടാലൻ്റ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം ഇവളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ പ്രൈവറ്റ് അക്കൗണ്ടിലാണ് കിടന്നിരുന്നത്. അപ്പോൾ എൻ്റെ ചേട്ടൻ വീഡിയോ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവളെ കൊണ്ടൊന്ന് അഭിനയിപ്പിച്ച് നോക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവളുടെ വീട് എൻ്റെ വീട് തമ്മിൽ 30 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ അവിടെ പോയി, ഇവർക്ക് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചൊന്നും വരാൻ പറ്റില്ല. ശ്വാസം മുട്ടൽ, ആസ്മ, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം ഇയർ ബാലൻസിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പം വണ്ടി ഓടിച്ച് കുറച്ച് ദൂരം പോകുമ്പോൾ തന്നെ തല ഇറങ്ങി വീഴും എവിടെയെങ്കിലും. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് പോയി ഇവിടെ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വന്ന് വീഡിയോ എടുത്തിട്ട് വീണ്ടും ഞാൻ തിരിച്ച് കൊണ്ടാക്കിയിട്ട് വരും. അപ്പം 30, 60, 120 കിലോമീറ്റർ ഒരു ദിവസം യാത്രയ്ക്ക് തന്നെ ആവും. അങ്ങനെ വീഡിയോ ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് ഇവളുടെ അക്കൗണ്ടിൽ ബ്യൂട്ടി ഫാഷൻ വീഡിയോ ഇവൾ ചുമ്മാ തിരിയണതും അങ്ങനത്തെയൊക്കെ എഡിറ്റ് ചെയ്താണ് ഇട്ടുകൊണ്ടിരുന്നത്. ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ചേട്ടൻ്റെ അനിയത്തിയായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എല്ലാവരെയും ഡൗട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം അനിയത്തിയാണ് ഞാൻ കപ്പിളായിട്ട്, നമ്മൾ എൻ്റെ ചേട്ടയില്ലേ, അപ്പം സ്വന്തം അനിയത്തിയായിട്ടാണ് കപ്പിൾ വീഡിയോ ഒക്കെ ചെയ്യണമെന്നുള്ളൊരു ഡൗട്ട് ആൾക്കാർക്ക്, കൺഫ്യൂഷന്. അപ്പോഴേ ഒരു Q&A നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല, ഫ്രണ്ട്സ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇത്രയൊക്കെ ആയി. എത്ര ഒരു 5 വർഷമായിക്കാണോ? 5 ഇല്ലല്ലേ? റീൽസ് വന്നിട്ട് തുടങ്ങിയ പരിപാടിയാണ്. ഇത്രയൊക്കെ ചെയ്ത് കുറച്ച് ഓഡിയൻസ് നല്ല സപ്പോർട്ട് ചെയ്യണവരുണ്ട്, നെഗറ്റീവ് പറയണവരുണ്ട്. നെഗറ്റീവ് പറയണവർ പ്രേമപ്പനി വന്നപ്പോ കുറച്ച് വേറെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇനി വീഡിയോ ചെയ്യില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ ഇങ്ങനെ എത്തി നിൽക്കണം. നിങ്ങൾക്ക് വീട്ടുകാരുടെ ഇടയിൽ പ്രശ്നം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്, എന്താ കുഴപ്പം? നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മുടെ ഇടയിലല്ല, അത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പേഴ്സണൽ കുറച്ച് ഇഷ്യൂസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഇനി ഈ പ്രേമപ്പനിക്ക് ശേഷം ഇനി ചെയ്യണില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ്. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകും? ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ. ഇവരിത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. ഈ വർക്കിനിടയ്ക്ക് എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ അവരുടെയായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളുണ്ടാവില്ല, അവർ ഇഷ്ടങ്ങളാണ് ഇനി ചെയ്യണോ ചെയ്യണ്ടോ എന്നുള്ളത്. ഈ വർക്ക് കൊണ്ടാണ് എന്തെങ്കിലും സംഭവിച്ചതെന്നുള്ള ഒരു ഡൗട്ടിൽ ഞാൻ ഇങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു. പക്ഷെ അന്നേരം എനിക്ക് തോന്നിയ ഒരു കാര്യം അറിയുന്നേ ഉണ്ട്. നമ്മൾ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങൾക്ക് വിളിക്കുമ്പോൾ ഒരു മടി പോലെ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പം എന്തോ ഇവരുടെ ഇടയിൽ എന്തോ ഉണ്ടെന്ന് അറിയാം. നമുക്ക് അങ്ങനെ ഒരാളുടെ പേഴ്സണൽ കാര്യത്തിൽ കയറി ചോദിക്കുന്നത് അല്ല. ഇപ്പൊ ഇപ്പോഴാണ് ഇവർ ഇതിനെ കുറിച്ച് അല്ല, അതാണ് റീസൺ പറയുന്നില്ല, അതുകൊണ്ടാണ് നമുക്കൊരു ക്ലാരിറ്റി കുറവ്. അവൻ ഇത്രയും അവളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പം 30 കിലോമീറ്റർ ഒക്കെ പോയിട്ടാണ് ഞാൻ അവളെ വിളിച്ചിരുന്നത്. എന്നാ പിന്നെ ഈ ആൾക്കാർ പറയുന്നതൊക്കെ നിനക്ക് അങ്ങ് കേട്ടുകൂടെ, അവളെ വിളിച്ചിട്ട് വീട്ടിൽ നിർത്തിക്കൂടെ എന്നൊക്കെ വേറെ വിചാരിക്കുന്നത്. ഞാൻ അങ്ങ് ചോദിച്ചത് നിന്റെ ആ വിഷമം, അവന്റെ വിഷമം കൊണ്ട് പറയുന്നത്. 30 കിലോമീറ്റർ ഒക്കെ വണ്ടി ഓടിച്ച് നിന്നും പോണോ?
അതുകൊണ്ട് പിന്നെ അവർ ഇഷ്ടം, അവർ ഓരോ ഇൻഡിവിജ്വൽസ് ആണല്ലോ, അവർക്ക് അവരായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടാവും, താല്പര്യങ്ങളുണ്ടാവും. വർക്കിന്റെ ഭാഗമായിട്ടാണോ എന്നുള്ളത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അത് ഞാൻ പിന്നീട് ചോദിക്കും. മനസ്സിലായില്ലേ? എന്നാലും അല്ലാതെ പ്രശ്നങ്ങളൊന്നും ഇല്ല. വർക്കിന്റെ നമ്മളോട്ട് ഒരു പ്രശ്നമില്ല. നമ്മളോട്ട് ഇപ്പോഴും അതല്ല, Personally നിങ്ങളുമായിട്ട് ആയിട്ടുള്ള പ്രശ്നമില്ല. പ്രശ്നമൊന്നുമില്ലല്ലേ? ഇത് ഇവരിത് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഞങ്ങളിരുന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുക. ഇവരിത് പറയുന്നില്ല, കബഡി തരത്തിൽ ഇവര് അവസാനം ഇവരിത് പറയുന്നില്ല എന്നുള്ളതാ ആണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? വീണ്ടും വലിയ പ്രശ്നമാണ്. ചെക്കൻ ടെൻഷൻ. പ്രശ്നങ്ങളാണ്. നമ്മളൊക്കെ സിംഗിൾസ് ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അല്ല, അത് നമ്മളിങ്ങനെ ചിരിക്കുന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, അത് ഒരു സീരിയസ് മാറ്റർ തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇവർ ഇത്രയും നാള് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫാൻ ബേസ് ഉണ്ട്. അപ്പൊ അത് പെട്ടെന്ന് നിന്ന് പോവാന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ആദ്യം കേട്ടപ്പോൾ നമ്മൾ ചോദിച്ചു കേട്ടോ, എന്താ കാര്യം, എന്താ. കാരണം നമുക്കറിയില്ല, ഇത്രയും വലിയ രണ്ടുപേരും നല്ല വലിയ ചാൻസ് ആണ്, അത്രയും റീച്ച് ഉള്ള രണ്ടുപേരാണ്. അത് പെട്ടെന്ന് നിർത്തേണ്ട റീസൺ ഉണ്ട്. ഓക്കെ ഫൈൻ, നമുക്ക് റീസൺ ഒരു പിടിയും തരത്തില്ല. അതായത് വേറൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഇവരിപ്പം സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയാലും ആ ഒരു സ്വീകാര്യത കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. കാര്യം ഇവരുടെ ഒരു കപ്പിൾ ആ ഒരു ഇതിലെയാണ് ആൾക്കാർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. ഇവരിനി സെപ്പറേറ്റ് ഇനി ഏതൊക്കെ കണ്ടന്റ് ആരെ വെച്ച് ചെയ്താലും ആ ഒരു റീച്ച് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു അഭ്യർത്ഥന ഒരു ഡയറക്ടർ എന്ന രീതിയിലും നിങ്ങളുടെ സുഹൃത്ത് എന്ന രീതിയിലും തുടർന്ന് ചെയ്യണമെന്ന് തന്നെയാണ്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം, അതിനപ്പുറത്തൊന്നും. അതെ, എനിക്ക് തോന്നുന്നു നിങ്ങളിത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും പറയാതെ നിർത്തണ്ടെന്നുള്ളതായിരിക്കും. എനിക്ക് തോന്നുന്നു കുറച്ചൊന്ന് ആളുകൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമെന്ന് തോന്നുന്നു. ഇത് കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴേക്കും. കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോ നിങ്ങളെല്ലാരും കൂടി സംസാരിച്ചൊന്ന് സോൾവ് ചെയ്താൽ ചിലപ്പോൾ തീരുമായിരിക്കും പ്രശ്നങ്ങൾ. പക്ഷെ നിങ്ങൾ മിസ്സാക്കുന്നത് കുറെ നല്ല നല്ല ചാൻസസ് ആയിരിക്കും അല്ലെ? ഈ ഒരു വീഡിയോ റീച്ച് അതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന കുറെ വീഡിയോസ് ഒരുപാട് പേരിലേക്ക് എത്തുന്നുണ്ട്. ഇനിയും എത്താനായിട്ട് ഒരുപാട് ചാൻസസ് ഉണ്ട്. അതാണ് പെട്ടെന്ന് നിന്ന് പോകുന്നതെന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് സതീഷ് ചേട്ടാ? എനിക്ക് ഭയങ്കര വിഷമമാണ്. ഇല്ല, അവര് പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മള് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. കാരണം അറിയാലോ, ഇപ്പം പറഞ്ഞ റീസൺ തന്നെ ഇത്ര വലിയ ചാനലാണ്, കാര്യങ്ങളാണ്. പക്ഷെ എല്ലാം തീരുമാനം ഇൻഡിവിജ്വലി അവരുടെയാണ്. നമുക്ക് ഒരിക്കലും അതിൻ്റെ അകത്ത് കയറി അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊരു എന്താ പറയുക അങ്ങോട്ട് ഇൻസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ശക്തി മുന്നോട്ട് അങ്ങനെ പോകണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. നമ്മുടെ ഷോർട്ട് ഫിലിം എപ്പോഴാണ് റിലീസ് ആവുന്നത്? ഫെബ്രുവരി 4 റിലീസാവുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഒരു താങ്ക്സ് പ്രത്യേകിച്ച് പറയാനുള്ളത് ഞങ്ങളുടെ പ്രൊഡ്യൂസർ ബിബിൻ ചേട്ടൻ, നിഷ ചേച്ചി അവരോടാണ്. അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ഫിലിം എന്നുള്ള രീതിയിലല്ല അവർ നമ്മളെ ട്രീറ്റ് ചെയ്തതും നമുക്ക് വേണ്ടി ഫണ്ട് ഇറക്കിയതും. അവർ രണ്ടുപേരും അയർലൻഡിലാണ്, സെറ്റിൽ പോലും വന്നിട്ടില്ല. നമ്മളെ വിശ്വസിച്ച് അത്രയും ഫണ്ട് ഇറക്കി ഒരു സിനിമയ്ക്ക് ചെയ്തു തരേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേക ഒരു നന്ദി അവർക്ക് അറിയിക്കുന്നു, ബിബിൻ ചേട്ടനും നിഷ ചേച്ചിക്കും. പിന്നെ ഫെബ്രുവരി 4 നമ്മുടെ പ്രേമപ്പനി ഇറങ്ങും, എല്ലാവരും കാണുക. അതിനകത്ത് റൊമാൻസ് ഉണ്ട്, നല്ല ഹ്യൂമറുകളുണ്ട്, പിന്നെ ചെറിയൊരു ക്രൈമുണ്ട്. ആ ക്രൈം എന്താണെന്ന് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവരുടെ കുറച്ച് കോമ്പിനേഷൻ സീൻസ് ഉണ്ടാവും. തീർച്ചയായിട്ടും ഇവരോട് സംസാരിച്ചപ്പം അറിഞ്ഞത് ഇവർ ചെയ്യാൻ ബാക്കി വെച്ചതല്ല അത് ചെയ്തു വെച്ചു എന്നാ. ഇനി അതുകൊണ്ടാണോ ഇനി നിർത്തുന്നതെന്നും അറിയത്തില്ല, എനിക്കറിയത്തില്ല. അപ്പൊ അത് കാണണമല്ലോ അല്ലേ? തീർച്ചയായിട്ടും എല്ലാവരും കാണുക. എന്താണ് അവരുടെ പ്രശ്നമെന്ന് ചിലപ്പം കാണാൻ ചിലപ്പോൾ മനസ്സിലാവും. പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അവർ ചെയ്യാൻ ആഗ്രഹിച്ചല്ല അതിനകത്ത് ചെയ്തു വെച്ചു എന്ന്. അപ്പൊ എന്താ അവർ ചെയ്തു വെച്ചെന്നുള്ളത് കണ്ടെന്നറിയാം. ഉല്ലാസേട്ടനുണ്ട്, അതൊക്കെ ഉല്ലാസ് പന്തളമുണ്ട്, എൽദോ നിരാജ് എന്നുണ്ട്. അദ്ദേഹം കുറെ പടം 10-12 പടങ്ങളോട് ചെയ്തു കഴിഞ്ഞു. പിന്നെ രഞ്ജിത്ത് എന്ന് പറഞ്ഞ കലാകാരനുണ്ട്. എല്ലാ ആർട്ടിസ്റ്റുകളാണ്. ഒരുപാട് നല്ല കലാകാരന്മാരെ വെച്ചിട്ടാണ്, എന്ന് വെച്ചാൽ സിനിമയിലും സോഷ്യൽ മീഡിയയിലും കൈകാര്യം ചെയ്യുന്ന കലാകാരന്മാരെ വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് പ്ലാൻ ചെയ്തത്. നല്ലപോലെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഡയറക്ടർ എന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു. ബാക്കിയെല്ലാം പ്രേക്ഷകർക്ക് വിട്ടുതരുന്നു. പിന്നെ അത് മാത്രമല്ല, വാലന്റൈൻസ് ഡേ വരാൻ പോവുകയാണ്. അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറേ മുഹൂർത്തങ്ങൾ നമ്മളതിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. കണ്ട് ആസ്വദിക്കുക. താങ്ക് യു. അപ്പം പ്രേമപ്പനി എല്ലാവരും കാണട്ടെ. ഇത് യൂട്യൂബിലല്ലേ റിലീസ് ആവുന്നത്? അതെ, ആപ്പിൾ ഗ്രീൻ സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലാണ്, പുതിയ ചാനലാണ്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ആപ്പിൾ ഗ്രീൻ സ്റ്റോറീസ് കയറി കാണുക. അപ്പൊ എല്ലാവരും കാണണം. അതിനകത്ത് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യമുണ്ട്. ഇത് കണ്ടിട്ട് വേണം എനിക്ക് ഇതിനകത്തൊരു സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. വലിയൊരു വിജയമാവട്ടെ. താങ്ക് യു.